നമുക്ക് ഇന്നിവിടെ ഒരു വറുത്തരച്ചൊരു കറി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ പാവയ്ക്കായും ക്യാബേജും കൂടെ മിക്സ് ചെയ്താണ് വറുത്തരച്ച കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ വറുത്തരയ്ക്കാനായിട്ട് തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ തേങ്ങ നമുക്ക് ആദ്യമേ തന്നെ മസാല മൂപ്പിച്ച് വയ്ക്കുക. അതായത് തേങ്ങയും ഇതെല്ലാം കൊണ്ട് വറുത്ത് വയ്ക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ആക്കി വരുമ്പോഴത്തേക്ക് ഇത് തണുത്ത് അരയ്ക്കാൻ പാകത്തിനായിട്ടിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത്. നാട്ടിലുള്ളവർ നമ്മുടെ നല്ല തേങ്ങ, ഫ്രഷ് തേങ്ങ തന്നെ ഉപയോഗിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/3 കപ്പ് തേങ്ങാപ്പൊടിയാണ്. ഞാൻ ഓൾറെഡി പാൻ ഓണാക്കി ചൂടാക്കി വെച്ചിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. മല്ലി 1.5 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കുന്നു. 4-5 വറ്റൽമുളക് നമുക്ക് ചേർക്കാം. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന വറ്റൽമുളകിന് ഒരല്പം എരിവുള്ളതാണ്. അപ്പോൾ ഇത് 4 വറ്റൽമുളകാണ്. കൂടാണ്ട് നമ്മൾ 2-3 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇളക്കിയേക്കാം. നമുക്കൊരു ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ, അധികം വേണ്ട, ഒരു തുള്ളി. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ട് വേണം, എസ്പെഷ്യലി നമ്മുടെ തേങ്ങ ഫ്രഷ് തേങ്ങയാണെങ്കിൽ അത്രയും കുഴപ്പം വരില്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ ഹാൻഡിൽ വിത്ത് കെയറാണ്. കാരണം ഭയങ്കര ചൂടുള്ള ചട്ടിയിലേക്ക് ഇട്ടാലും അതുപോലെ ഫുൾ ഫ്ലെയിമിലിട്ട് വറുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. സാവധാനം വറുത്തെടുക്കുക, എന്നാലേ പാകത്തിനതായി കരിയാതെ നല്ല കളറിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് തീയൽ പോലെ ഒരുപാട് മൂപ്പിച്ച് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുവാണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് മൂപ്പിക്കാം. ഇത് പരുവത്തിന് മൂപ്പായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ മല്ലിയുണ്ട്, നല്ല പൊടിഞ്ഞു പോകുന്ന പോലെ വറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കിരികിരെന്നായിട്ടുണ്ട്. തേങ്ങായും നന്നായിട്ട് മൂത്തു. അപ്പോൾ ഇത്രയും മൂത്താൽ മതിയേ, നമ്മൾ ഒരുപാട് കറുപ്പിച്ച് അങ്ങോട്ട് മൂപ്പിക്കേണ്ട. ഒരു വറുത്ത ടേസ്റ്റ് നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കാണാം. ഞാൻ തീ ഓഫ് ചെയ്തു. ഓക്കെ, ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വറുത്തരച്ച് കറി വെക്കാൻ പോകുന്ന ഫ്രോസൺ പാവയ്ക്ക. ഇതിങ്ങനെ വട്ടത്തിലാണ് നമുക്ക് അരിഞ്ഞിങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വറക്കുകയും ചെയ്യും, മെഴുക്കുവരട്ടി വെക്കും, ചാറ് വെക്കും, തോരൻ വെക്കും, എന്ത് വേണമെങ്കിലും ഇതും കൊണ്ട് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ പീസ് ക്യാബേജ്, പിന്നെ ഒരു ചെറിയ സവോള ഇതിനൊക്കെ ചേരുന്ന പരുവത്തിനൊരു കഷ്ണം പോലെ മുറിച്ചിട്ടു. 3 പച്ചമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തരി ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി ചേർക്കണ്ട. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങ വറുത്ത പാൻ തന്നെ ഞാൻ അടുപ്പിലേക്ക് വെച്ചു. തീ കത്തിക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ശരി, എണ്ണ വേണം. ഇതിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഫ്രോസൺ പാവയ്ക്ക എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളിതെല്ലാം ഒന്നിച്ചിട്ട് വാട്ടരുത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ ഫ്രോസൺ പാവയ്ക്കേനെ ആദ്യമേ ഇടണം. കാരണം ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അത് കുതിർന്ന് പോകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒന്നെങ്കിൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പം തന്നെ ഇത് ഉപയോഗിക്കണം. ഇല്ലാണ്ട് കുറച്ച് നേരം ഇതിപ്പോൾ കുറച്ച് നേരമായി ഞാൻ എടുത്ത് വെച്ചിട്ടേ. ഇപ്പോൾ ഇതിനകത്തൊന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞേക്കണം. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം വന്നിച്ച് അത് വെന്ത് കുഴയും. അതിമേ പാവയ്ക്ക ഇടാം. ഇങ്ങനെ അങ്ങ് വറുത്തെടുത്താൽ മതി. നമ്മൾ എന്താ പറയുക, പച്ചപ്പാവയ്ക്ക വറുത്തില്ലേ, അതിങ്ങനെ വറുത്തെടുത്ത് നല്ല സൂപ്പറായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. ഒരല്പം ഉപ്പ് ഇതിലേക്ക് ഇടുവാണേ. പാവയ്ക്ക ഏകദേശം ഒന്ന് വറവലായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഒന്നിച്ചിടാം. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ പാവയ്ക്ക നന്നായിട്ടല്ല, ഒത്തിരി അങ്ങോട്ട് വറന്നില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വറന്നു. ഇനി ഒരുവിധം ഒന്ന് ആയി. ഇപ്പോൾ ഫ്രോസൺ സാധനം അങ്ങോട്ട് ഇട്ട രീതിയിലാണോ നിങ്ങളിത് കാണുന്നത്? അല്ല, കാരണം ഞാൻ അതിൻ്റെ വെള്ളം ഇട്ടത് പിഴിഞ്ഞ് കളഞ്ഞു. അതേസമയം ഫ്രീസറിൽ നിന്ന് എടുക്കുവാണെങ്കിൽ സ്ട്രൈറ്റ് അങ്ങോട്ട് ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഞാനിവിടെ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ മുറിച്ചാണ് ഇട്ടേക്കുന്നത്. ഇതെല്ലാം ഫ്രോസൺ സാധനം കേട്ടോ. ഞാനിതെല്ലാം മേടിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് പതിവ്. സവാള, പിന്നെ നമ്മുടെ ക്യാബേജ്. ഇതിനകത്ത് ക്യാബേജാണ് കൂടുതൽ. ഈക്വലോ പാവയ്ക്ക കൂടിയാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഞാനിതിവിടെ ഇത് വാടാൻ ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ അരപ്പൊക്കെ അരച്ചുകൊണ്ട് വരും കേട്ടോ. ഈ ഒപ്പം തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇതിപ്പോൾ ഞാൻ ഫുൾ തീയിൽ തന്നെ ഇട്ടാണ് ചെയ്യുന്നത്. പാവയ്ക്കയുടെ കയ്പ്പ് കുറയാനായിട്ട് നമ്മൾ ഉപ്പ് ആദ്യമേ തന്നെ ചേർക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യം കേട്ടോ, മറക്കല്ലേ. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കായും ക്യാബേജും കൂടെ ഇതുണ്ടേ നന്നായിട്ടത് രണ്ടും കൂടെ വഴന്നു കഴിഞ്ഞു. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ അരപ്പ് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അരപ്പ് ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോകരുത്, കാരണം അരപ്പ് കൂടിക്കഴിഞ്ഞാൽ ഈ ക്യാബേജൊക്കെ അങ്ങ് ചുരുണ്ട് പോയി കഴിയുമ്പോണ്ടല്ലോ അരപ്പ് തന്നെ നമുക്ക് ചുവയ്ക്കും. മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ആക്കി അരപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. അരപ്പ് മുഴുവനും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളി ഇതിലേക്ക് ചേർക്കുകയാണ്. ആ പുളിവെള്ളത്തിന് പുളീനെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനതിനെ അങ്ങ് ചേർത്തു. അതങ്ങ് അലിഞ്ഞ് ചേർന്നോളുവേ, അത്രയും നല്ല പുളിയാണ്. ഞാൻ ഇതിലേക്ക് ഒരു അല്പം കൂടെ വെള്ളം ചേർക്കുവാണേ. നമുക്ക് തീയൊന്ന് കുറച്ചിടാം. ഇനി ഒരുപാട് നേരം വേവിക്കാനൊന്നുമില്ല. ഇനി ഇതിനകത്ത് ചെയ്യാൻ ഇതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കടുക് തളിച്ചിടാം. ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് ഒന്നും ചെയ്യേണ്ട. ഞാൻ തൽക്കാലം ഇതിനൊന്നും ചെയ്യുന്നില്ല, ഇതിങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ. ഉപ്പും പുളിയൊക്കെ പാകത്തിനായിരിക്കണം. പുളി ഒരുപാട് മുന്നേക്ക് വരരുത്, കാരണം ക്യാബേജിനൊക്കെ പുളി പിടിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഒത്തിരി പുളി മുന്നേക്ക് വരരുത്. അതുപോലെ അരപ്പും ഒരുപാട് മുന്നേക്ക് വരരുത്. ഇതിപ്പോൾ നമ്മൾ വറുത്തരച്ച കറി, ഒഴിച്ചു കറിയില്ലേ വറുത്തരച്ച്, ഇതിപ്പോൾ ക്യാബേജൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ നിറച്ച് കഷ്ണമായിട്ട് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചേരുന്ന വേറൊരു സാധനമാണ് പൊട്ടറ്റോ ചേരും കേട്ടോ. പൊട്ടറ്റോ, മുരിങ്ങക്കോലൊക്കെ ചേർത്ത് ഇതുപോലെ വയ്ക്കാവുന്നതാണ്. ഇല്ല, ഇപ്പം നല്ല കുറച്ച് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കി. കൈ കാണിക്കാം, കൈ നോർത്ത് പിടി. കൈ ചൂടായി. ഓക്കെ, ഇപ്പം നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ ഈ ചട്ടിയിൽ ഇങ്ങനെ ഇതിനകത്ത് പാനിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ചൂട് കൊണ്ട് കുറച്ചും കൂടി കുറുകിപ്പോവും. അങ്ങനെ പാനിൽ തന്നെ വെക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ലേശം കൂടെ വെള്ളം ഉള്ളപ്പം വേണം നിർത്താനായിട്ട്. പിന്നെ കുറച്ച് നേരം ഇത് തിളച്ചതങ്ങ് വറ്റിക്കോളും. നല്ലൊരു സൂപ്പർ കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇത് മൊത്തം ഇതെല്ലാം കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ആയി കാണും. ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട്, ചപ്പാത്തിരി ഒന്നും കൊടുത്ത് കഴിക്കാൻ പറ്റില്ല. ചോറിൻ്റെ കൂട്ടത്തിൽ വെള്ളച്ചോറായാലും കുത്തിരിച്ചോറായാലും കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കൂട്ടാനാണ്. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് വല്ല ഒരു മീൻ വറുത്തത്, പച്ചമീനായാലും ഉണക്കമീനായാലും ഒരു മീൻ വറുത്തത്, ഒരു മുട്ട പൊരിച്ചതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതിസ് മന കിച്ചൻ.